പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ ലോക്സഭയിൽ വാക്പോര്. കടന്നാക്രമിച്ച് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും സ്ത്രീകളെ അപമാനിച്ച ആളാണ് പ്രഹ്ലാദ് ജോഷി എന്ന് പ്രിയങ്ക ഗാന്ധി. सर जो प्रहलाद जोशी जी ने बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए उसका प्रमाण मैं आपको दे दूंगी, मैं भेज UPA സർക്കാരിന്റെ കാലത്തെ ചോദ്യപേപ്പർ ചോർച്ച ആയുധമാക്കി ഭരണപക്ഷം. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പിടിയിലായത് BRCയിലെ തന്നെ അധ്യാപികയായ നീഷ്മ. അറസ്റ്റിലായ അധ്യാപകരിൽ നിന്ന് ലഭിച്ച വിവരം നിർണായകമായി. ലഹരി മാഫിയയുമായി ബന്ധം പുലർത്തിയിരുന്നത് ഇൻസ്റ്റാഗ്രാം വഴി. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വിവരം. പാക് അധിനിവേശ കശ്മീരിൽ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ കൂട്ടക്കൊല. വെടിവെപ്പിൽ 20 പേർ കൊല്ലപ്പെട്ടു, 50-ലേറെ പേർക്ക് പരിക്കേറ്റു. വെടിവെപ്പ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് റവാല കോട്ടിയിൽ പ്രതിഷേധത്തിന് നേരെ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞു മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റ. സംഭവത്തെ അതീവ ഗൗരവത്തോടെ കണ്ടു കേന്ദ്രം. ഫേസ്ബുക്ക് എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുകയാണെന്ന് BJP. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിലും വിമർശനം. CJP വിവാദത്തിൽ വിശദീകരണവുമായി പേർളി മാണി. വീട്ടിൽ പോകണമെന്നുദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതരാകണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും പേർളി. എല്ലാ പാർട്ടിയും തനിക്കിഷ്ടമാണെന്നും താരം. ശ്വേതാമേനോന് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് പിഷാരടി. തന്നെ പ്രതിയാക്കി അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്നും പിഷാരടി. അമ്മയുടെ മിനിറ്റ്സ് ബുക്ക് അടക്കം രേഖകൾ ഒന്നും അഡ്ഹോക് കമ്മിറ്റി കൈമാറിയില്ലെന്നും കോടതിയിൽ. ലക്ഷ്യപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ ഹസൻ ഇന്ന് ഹൈക്കോടതിയിലേക്ക്. സാബു M. ജേക്കബിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് 2020 വിട്ട് അഖിൽ മാരാർ. കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു. തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ പണം സാബു ഉപയോഗിച്ചില്ലെന്നും അഖിൽ മാരാർ. 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റാണ് മത്സരിച്ചതെന്നും അഖിൽ. ഇറാൻ അഭ്യർത്ഥിച്ചതിനാലാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതെന്ന് ട്രംപ്. വൈകിയാൽ വൻ ആക്രമണമെന്ന് മുന്നറിയിപ്പ്. യാചന തങ്ങളുടെ രക്തത്തിലില്ലെന്ന് ഇറാന്റെ മറുപടി. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച വൈകിട്ട്. ജപ്പാനിൽ ഭൂചലനവും സുനാമി മുന്നറിയിപ്പും. നിരവധി പേർക്ക് പരിക്കേറ്റെന്നും കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നും ജപ്പാൻ പ്രധാനമന്ത്രി. തീരമേഖലയിലുള്ളവരോട് മാറാൻ നിർദ്ദേശം. യൂറോപ്പിനെ വിഴുങ്ങി കാട്ടുതീ. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെത്തിയെത്തി. ഫ്രാൻസിൽ നശിച്ചത് 98,000 ഹെക്ടർ വനഭൂമി. സ്പെയിനിൽ 1.3 ലക്ഷം ഹെക്ടർ. ഒഴിപ്പിച്ചത് 3.5 ലക്ഷം പേരെ.